ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞങ്ങളെല്ലാവരും കൂടി നടന്നിട്ട് മേപ്പാട് സെൻറ്ററിൽ ഒരു വസ്ത്രമാൽപ്പനം പറഞ്ഞിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോവുകയാണ്. കുറേ ഓഫർ പ്രൈസുകളിൽ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്, നല്ല റേറ്റ് കുറവാണ്. അവർ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോയതാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടക്കാവുന്ന ദൂരമുള്ളൂ. 1 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കടയിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം, റേറ്റുകളൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ പോയതാണ്. അതായത് ഓട്ടോറിക്ഷയിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എപ്പോഴും ഒരു തിരക്ക് കാണുന്നുണ്ട് കേട്ടോ. ഭരണികളെല്ലാം 180 രൂപ ആണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അതേപോലെ കുറേ ക്ലാസ്സുകൾക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അതേപോലെ കുറേ പ്ലാസ്റ്റിക് ഡപ്പകൾ, അതേപോലെ നമ്മൾ ടൂത്ത് പേസ്റ്റൊക്കെ ഇട്ട് വയ്ക്കില്ലേ, അങ്ങനത്തെ ഡപ്പകൾ, അങ്ങനെ കുറേ ഐറ്റംസ് കേട്ടോ. കപ്പ്, ജഗ്, മഗ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഒരു ഭാഗത്താണെങ്കിൽ നിറച്ച് ചെരുപ്പുകളാണ് കേട്ടോ. ചെരുപ്പുകൾക്കൊക്കെ 79 രൂപ മുതലുള്ള ചെരുപ്പുകളാണ്. ചെരുപ്പുകൾക്കൊക്കെ വലിയ റേറ്റ് കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മുടെ ലോക്കൽ ചെരുപ്പുകൾക്കൊക്കെയാണ് ആ റേറ്റ് കുറവ്. എനിക്ക് തോന്നുന്നു ഷോപ്പുകളിലും ആ റേറ്റൊക്കെ തന്നെ വരിക എന്നാണ്. അങ്ങനെ ചെരുപ്പുകളുടെ റേറ്റൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഷോപ്പത്തെ അതേ റേറ്റ് പോലെയൊക്കെയാണ് തോന്നിയത് കേട്ടോ. അവർ പറയുന്നത് അവർ കമ്പനിയിൽ നിന്ന് നേരിട്ടിട്ട് ഇറക്കിയിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ നല്ല ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് എന്നാണ് പറയണത് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ചെടികളുടെ വിത്തുകൾ കേട്ടോ. താമര, ചെണ്ടുമല്ലി, അങ്ങനെ കുറേ ചെടികളും പച്ചക്കറികൾ, അതേപോലെ കുറേ ഐറ്റംസുകളുടെ വിത്തുകളുണ്ട്. വിത്തുകൾ ബീൻസിൻ്റെയും തക്കാളിയുടെയും എന്ന് പറഞ്ഞ പോലെ. അപ്പം ഇങ്ങനെ കൃഷിയുടെ താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് ഇതൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ കുറേ മൈലാഞ്ചിയുടെ ഐറ്റംസുകൾ, അതേപോലെ നീലാമ്പതി, അങ്ങനത്തെ കുറേ എണ്ണകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുറേ ഐറ്റംസുകളാണ്. ഒക്കത്തിന് ഓഫറാണ് അവർ പറയണത്. നല്ല ഓഫർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് പിന്നെ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ കുട്ടികളുടെ ഐറ്റംസുകളാണ് കേട്ടോ. കുറേ അതൊക്കെ ആവശ്യമുള്ളവരേക്കും വന്ന് വാങ്ങേണ്ടത്. നമുക്കിപ്പോൾ അതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും വാങ്ങില്ല. ഇത് പഠിക്കാനുള്ള ബുക്കുകളാണ് കേട്ടോ. ചെറിയ പിള്ളേർ ഈ ചുട്ടം ഇവിടെ ഉണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കുകയായിരുന്നു. നമ്മുടെ ഈ ചുട്ടം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അത് വാങ്ങിയൊന്നുമില്ല. പിന്നെ ഇവിടെ തൊപ്പികൾ, അങ്ങനെ കുറേ ചീനിച്ചട്ടികൾ, അങ്ങനത്തെ പാത്രങ്ങൾ കേട്ടോ. നമുക്ക് ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് വാങ്ങാം. റേറ്റ് കുറവാണെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ചിലത് ഈ പറഞ്ഞ പോലെയൊക്കെ ഷോപ്പത്തെ റേറ്റുകൾ തോന്നിയും ചിലതൊക്കെ റേറ്റ് കുറവിലും തോന്നിയിട്ടോ. ഈ ഷോപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പോകണം എന്നുള്ളവർക്കൊക്കെ ഒന്ന് എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് കാണാമെന്നുള്ളതിലാണ് ഞാൻ എല്ലായിടത്തും. ഇവിടെ കത്തികൾ, പലതരം കത്തികളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെയും ഒരുപാടുണ്ട് ഇവിടെ കേട്ടോ. ഞാനെല്ലാം വീഡിയോ എടുക്കണം കാണുമ്പോൾ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല, അവർ നോക്കിക്കോട്ടെ എന്നുള്ളതിൽ നമ്മൾ വീഡിയോസൊക്കെ ഞാൻ മൊത്തം കവർ ചെയ്തു. ചിലരിങ്ങനെ മറ്റവർക്ക് ഷിഫി അമ്മായിയും റിയമോളും എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് ഞാൻ റിയമോളിന് എത്ര രൂപയ്ക്കാണോ വാങ്ങിക്കൂട്ടാന്ന് വിചാരിച്ചു. പക്ഷെ അവളൊന്നും വാങ്ങിയില്ല, വല്ലാണ്ട് അവൾക്കൊന്നും ഇഷ്ടമായില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ സ്റ്റീലിൻ്റെ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. അത് ആവശ്യമുള്ളവർക്കൊക്കെ അത് വാങ്ങാം. അതേപോലെ സ്റ്റീലിൻ്റെ തന്നെ മറ്റേ നമ്മുടെ പാലൊക്കെ അരിക്കണ അരിപ്പ മുതൽ അങ്ങനെ എല്ലാ സാധനവും അമ്മായി ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്നിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. ഞാൻ ആൾക്കാരൊന്നും അധികം പിടിച്ചില്ല. അങ്ങനെ ഇങ്ങനത്തെ ചിലർക്കൊന്നും ഇഷ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലാവിടെയും ഒന്ന് കവർ ചെയ്യുക ചെയ്തത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ എടുക്കാവുന്ന തരത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തം ക്യാമറയാണ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ബാഗുകളുടെ ഐറ്റംസുകൾ, അതേപോലെ തന്നെ ഓരോ ഭാഗത്തും ഓരോന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുഞ്ഞൊരു പേഴ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു, ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്, മൊബൈൽ മാത്രം വയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും അവിടെ കണ്ടില്ല. ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചത് പോലത്തെ കണ്ടില്ല കേട്ടോ. പിന്നെ കുറേ ഐറ്റംസുകൾ ഇങ്ങനെ കുറേ പറഞ്ഞാൽ എന്തൊക്കെയോ കുറേ ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളതൊന്നും, എനിക്ക് ആവശ്യമുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്നല്ലാതെ നമ്മുടെ അടുത്ത് ഉള്ള സാധനം പിന്നെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിലതൊക്കെ നല്ല റേറ്റ് കുറവിനൊക്കെ ഉണ്ട്. പിന്നെ ചീപ്പുകൾ, കുട്ടികളുടെ മുടിയിലിടുന്ന ഐറ്റംസ്, പെൺകുട്ടികളൊക്കെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് മുതലാക്കി തരും കേട്ടോ. ഞങ്ങൾ പിന്നെ വന്ന് ഷിഫിയും റിയമോളും, അവർക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ലല്ലോ. അവർ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കി. പിന്നെ ബോറടിച്ചപ്പോൾ അവർ ഫാം ടീയിൽ പോയിട്ട്
ഒരു ചായ കുടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് 3 ആളും കൂട്ടിയിട്ട് നേരെ ചേലക്കരയ്ക്ക് വിട്ടു. അവിടെ പോയിട്ട് എന്നിട്ട് 3 ആൾ ഞങ്ങളിവിടെ നോക്കി വാങ്ങുന്ന സമയം കൊണ്ട് അവർ അങ്ങോട്ട് പോയിട്ടാ. അങ്ങനെ പൊട്ടുകളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അവരൊന്ന് വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കണില്ല. അവർക്ക് ഇന്നെ കാണുമ്പോൾ മാറി മാറി നടന്നുകൊണ്ടിരിക്കുക പെണ്ണുങ്ങൾ. അവർ അന്തിമുളങ്കാവുന്ന് നടന്നിട്ട് വൈകുന്നേരം നടക്കാറുണ്ട് അവർ. അപ്പോൾ അങ്ങനെ നേരെ ഇങ്ങോട്ട് നടന്നു വന്നിട്ടോ, ഓപ്പറേഷൻ നടത്തങ്ങിടാട്ടെ വിചാരിച്ചിട്ട്. പിന്നെ കുട്ടികളുടെ കുട്ടികൾ കുറേ ഉണ്ട്. ടെഡി ബിയറൊക്കെ നല്ല പല പല കളറുകളുണ്ട് കേട്ടോ. അതിൻ്റെ റേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണാടികൾ, അതേപോലെ കുറേ എന്തൊക്കെയോ മിററൊക്കെ നല്ല ഭംഗിയുള്ളത് പല മോഡലുകളും ഉണ്ട് കേട്ടോ. പിന്നെ കീ ചെയിനുകൾ, അത് ഫ്രീ ഓഫറൊക്കെ ഉണ്ട്. എത്രണ്ണം വാങ്ങുമ്പോൾ എത്രണ്ണം ഫ്രീ എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 7 എണ്ണത്തിന് 30, അങ്ങനെ കറക്റ്റ് റേറ്റ് ഒന്നും അറിയില്ല. അങ്ങനെ അവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ഞാൻ ഒന്നും വാങ്ങിയില്ല ഗ്യാസ്. ഇങ്ങനെ വാങ്ങാണ്ട് ഇങ്ങനെ നടന്നിട്ട് ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ നടന്ന് വീഡിയോ എടുക്കണത് കാരണം ഒന്നും വാങ്ങണമില്ലല്ലോ. നമുക്ക് വേണ്ട സാധനങ്ങൾ കണ്ടാലല്ലേ നമ്മൾ വാങ്ങാം. പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ കേട്ടോ. അങ്ങനത്തെ കുറേ പാത്രങ്ങളും അതേപോലെ ഇങ്ങനത്തെ ഐറ്റംസുകൾ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അത് അമ്മയും ഇപ്പോഴേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ കുറേ ഷർട്ട്സ്, അതേപോലെ തുണികൾ ഇങ്ങനെ പലതും പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കി വാങ്ങണതുണ്ട്. ഒരു ഭാഗത്ത് അങ്ങനെ ഇത് കച്ചവടം തകൃതി നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരു സാധനം എൻ്റെ കണ്ണിൽ പെട്ടു. പിന്നെ അടുത്ത സാധനം എൻ്റെ കണ്ണിൽ പെട്ടു. അത് രണ്ടും ഞാൻ വാങ്ങി. ഇവിടെ ഫോണിൻ്റെ കുറേ ഐറ്റംസുകളുണ്ട് കേട്ടോ. അതേപോലെ എന്താ പറയുക, സെൽഫി സ്റ്റിക്ക്, അങ്ങനത്തെ കുറേ ഐറ്റംസ്, ബോക്സുകൾ, ഫാനുകൾ, കുഞ്ഞു ഫാൻ ഉണ്ടാവില്ല ബ്രൈഡുകളൊക്കെ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ ഫാനുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബോക്സുകൾ തന്നെ വലിയ സൈസ് മുതൽ ചെറിയ സൈസ് വരെ ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. പച്ചക്കറി പലചരക്ക് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അതല്ലാണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളുണ്ട്. ഇലക്ട്രോണിക് സാധനങ്ങളും അല്ല കേട്ടോ. പിന്നെ വസ്ത്രങ്ങൾ, അതേപോലെ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ കേട്ടോ. വീഡിയോ എടുക്കാനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് അവർ പാക്ക് ചെയ്തൊക്കെ തന്നു കേട്ടോ. അങ്ങനെ അത് രണ്ടും ഞാൻ വാങ്ങി. അതിൻ്റെ ബില്ല് വേറെ സ്ഥലത്തായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് വാങ്ങുക, ക്യാഷ് കൊടുക്കുന്നത് വേറെ ഭാഗത്തേക്ക്. പിന്നെ അങ്ങോട്ട് പോയി അല്ല ക്യാഷ്. ആ ശരി. എൻ്റെ പേരെന്താ? അതുപോലെ തന്നെയാണ് മനസ്സിലാകാത്തതും വീണ്ടും അറിയപ്പെടുമായ ഒരുപാട് സെൻറ്റൻസസ് ഉണ്ടാവും. ഇതിൻ്റെ ലിസണിങ് ലൈഫ് സെൻസിൽ ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റിലൂടെ 1 by 1 ആയി ഓരോ സെൻറ്റൻസിനും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായി ഗൈഡൻസ്, നിങ്ങൾക്കൊരു സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ആണ് ഈ 4 മോഡ്യൂളിലുള്ള ഇൻറ്റൻസീവ് ട്രെയിനിങ് ആണ് ഇംഗ്ലീഷ് അക്കാദമി ഒരുക്കിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ഒന്നും കിട്ടിയില്ലേ? ഒന്നും എടുത്തില്ല. എന്തേലൊക്കെ എടുത്തോടെ നിങ്ങൾക്ക്. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ കയറിയിട്ട് ഈ ഭാഗത്ത് കയറി ഇവിടെ കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ. ഒരറ്റം മുതൽ ഒരറ്റം വരെ ഉണ്ടായിരുന്നു. കുറേ ഓഫറുകൾ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 199 രൂപയുടെ, 99 രൂപയുടെ, 299 രൂപയുടെ, അങ്ങനെ പാൻറ്റുകളും കുട്ടികളുടെ ബനിയനുകൾ, ഷർട്ടുകൾ, വലിയൊരു, അങ്ങനെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഇവിടെ ഒന്നും വാങ്ങിയൊന്നുമില്ല. അവിടെ നിന്ന് പിന്നെ ഈ 2 ഐറ്റംസെങ്കിലും വാങ്ങി. ഇവിടെ നിന്ന് ഡ്രസ്സുകളൊന്നും വാങ്ങിയില്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഉണ്ട് ഡ്രസ്സുകൾ ഇടാൻ. ഇനി പെരുന്നാളൊക്കെ ആവട്ടെ എന്നിട്ട് വാങ്ങാമെന്നുള്ളതിലൊന്നും വാങ്ങിയില്ല. പക്ഷേ ഓരോരുത്തരും വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ റേറ്റ് കുറവിട്ട് നോക്കി എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഒരു ബെഡ്ഷീറ്റ് ഫ്രീ, ആദ്യം വരുന്ന 500 പേർക്ക് ഒരു ബെഡ്ഷീറ്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നു കേട്ടോ. ആ ബെഡ്ഷീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 3-4 ദിവസം ആ ഓഫറുകൾ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ.
അതായത് ആദ്യം വരുന്ന 500 പേർക്ക് ഒരു ബെഡ്ഷീറ്റ് ഫ്രീ. അത് എത്ര 100 രൂപയുടെ സാധനങ്ങൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ബെഡ്ഷീറ്റ് ഫ്രീ അത്ര. അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഈ ബെഡ്ഷീറ്റിന് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ രാവിലെ വന്ന് നിന്നിരുന്നു കേട്ടോ. ഞാൻ മോളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോകുമ്പോഴേക്കും കാണാം അവിടെ നല്ല തിരക്ക്. പിന്നെ നമ്മളിവിടെ കുബൂസ് പരത്തുന്ന തിരക്കാവുമല്ലോ ആ സമയത്ത്. അപ്പോൾ താത്താരൊക്കെ ഇങ്ങനെ കളിയാക്കിയായിരുന്നു, പോവായിരുന്നു ഇവിടുന്ന് നേരിട്ട് ഒരു ബെഡ്ഷീറ്റ് കിട്ടൂലോ എന്നൊക്കെ. പക്ഷെ അവർക്കൊക്കെ ഭയങ്കര മടി, അവരൊന്നും പോവില്ല. പിന്നെ അങ്ങനെ ഇതുപോലെ വൈകുന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കാം ഓഫറുകൾ പറഞ്ഞിട്ട് പോകുന്നു മാത്രമേ. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏതോ ഒരു കട പോലെ ഉണ്ട് കേട്ടോ. നല്ല വലിയ ഷോപ്പുകൾ ഉണ്ടാവില്ലേ, ആ ഒരു ലുക്ക് തോന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ. അതായത് നമുക്ക് കണ്ണെത്താ ദൂരത്തുണ്ട് അത്രയും ഡ്രസ്സുകളുണ്ട് കേട്ടോ. പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സുകൾ, ആണുങ്ങൾക്ക് ഡ്രസ്സുകൾ, അതുപോലെ കുട്ടികൾക്കുള്ളത്, പിന്നെ പെൺകുട്ടികൾക്കുള്ളത്, അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കളക്ഷൻസ് ഉണ്ട്. ഷിഫിയും റിയമോളൊന്നും എടുത്തില്ല കേട്ടോ. അവർക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് അവരൊന്നും എടുത്തില്ല. പിന്നെ ഉമ്മി സേറമ്മായി എല്ലാവരും ഒന്നും എടുത്തില്ല. അവരൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു. വൈകുന്നേരമല്ലേ ഒന്ന് നടക്കാൻ ഇറങ്ങിയത് എന്നുള്ള മട്ടിൽ അവരെല്ലാവരും വന്നത്. കാരണം 499 രൂപയുടെ ജീൻസ് പാൻറ്റുകളൊക്കെ നല്ല അടിപൊളി ജീൻസ് പാൻറ്റുകളാട്ടോ. അതും ഇങ്ങനെ ചെക്കന്മാരൊക്കെ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നുണ്ട്. ഞാൻ കുറേ നാളായി ഇങ്ങോട്ട് വരണം ഒരാഴ്ച ചെയ്ത് തുടങ്ങിയിട്ട്. അന്ന് മുതൽ ഒരു ദിവസം ഒഴിവുള്ള സമയത്ത് വേണം വരാനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാണ്ട് നമുക്ക് ഇതുവരെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് പണിത്തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അസ്നിയും കുട്ടികളൊക്കെയും പോയി, അതിൻ്റെ ഒരു തിരക്ക് വന്നു. അങ്ങനെ ഇല്ലെങ്കിൽ കേക്കുകളുടെ തിരക്കാവും. അതുകൊണ്ട് ഇതുവരെ പോകാൻ പറ്റിയില്ല. ഒരുവിധം എല്ലാവരും ഇവിടെ എത്തി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്കും ഒരിടങ്ങറ്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു കട വന്നിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ. ഇപ്പോൾ ഒന്നും ആവശ്യമുണ്ടായിട്ട് പോയതല്ല, ജസ്റ്റ് ഒന്ന് റേറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുക, അതേപോലെ ഒന്ന് വീഡിയോ എടുക്കുക, അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഇതൊക്കെയും ബെഡ്ഷീറ്റുകളാണ് കേട്ടോ. ബെഡ്ഷീറ്റുകളൊക്കെ ഒരുപാട് ബെഡ്ഷീറ്റുകൾ 350 രൂപ മുതലുള്ള ബെഡ്ഷീറ്റുകൾ, നല്ല നല്ല ബെഡ്ഷീറ്റുകളാണ് കേട്ടോ. ഇവർ ഒരുപാട് വണ്ടികൾ, ജീപ്പുകൾ, എന്താ പറയുക, അങ്ങനെ വിളിച്ച് പറയില്ലേ വില കുറവിൻ്റെ, അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയും കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഒന്ന് കാണണമല്ലോ എന്ന്. അങ്ങനെ ഞാൻ തിരഞ്ഞാലെങ്കിൽ എനിക്ക് പറ്റിയ ഡ്രസ്സുകളൊക്കെ നല്ല റേറ്റ് കുറവിൻ്റെ കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ തിരഞ്ഞാൽ പിന്നെ ഇഷ്ടമായ പിന്നെ അത് എടുക്കും. അപ്പോൾ പിന്നെ ഇപ്പോൾ അത്യാവശ്യം ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ മേലേക്ക് എന്തിനാ അലമാര നിറയ്ക്കുന്ന വെച്ചിട്ടൊന്നും വാങ്ങിയില്ല. നമുക്ക് പെരുന്നാളാവട്ടെ ഇൻഷാ അല്ലാഹ് എന്ന് വിചാരിച്ചു. നല്ല റേറ്റ് കുറവിൻ്റെ സാധനങ്ങൾ ആവശ്യമുള്ളവർക്ക് തിരഞ്ഞെടുത്താലൊക്കെയും കിട്ടും കേട്ടോ. പിന്നെ തുണികൾ വലിയ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു, നല്ല തുണികളൊക്കെ തന്നെയാണ്. 399 രൂപയുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവർ ബോറടിച്ച് പോയിട്ടോ. വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട്. ഇത് ചെറിയ ചെറിയ പിള്ളേരുടെ ഡ്രസ്സുകൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഒരുപാട് ഡ്രസ്സുകളുണ്ട്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല പണ്ട് നമ്മളൊന്നും പോവാതിരുന്നത് പോലെയല്ല. ഞാനിപ്പോൾ 2 പേർക്ക് ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ചപ്പോൾ അവരൊക്കെ തേളനാട് ഭാഗത്തുനിന്നും അതേപോലെ പഴയന്നൂർ, തുഴപ്പാടം, അങ്ങനെ കുറേ സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഓരോന്ന് വാങ്ങിയിട്ട് പോകുമ്പോൾ നമ്മളൊന്നും എടുക്കാതിരിക്കുന്നത്, ഒന്ന് കാണാനെങ്കിലും വന്നിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വന്നതാണ്. അപ്പോൾ ആ ലൈറ്റും ഇതെടുത്ത് ഒന്നും എടുത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം എനിക്ക് വേണ്ട സാധനം ഞാൻ തിരഞ്ഞെടുത്തു. പിന്നെ ഡ്രസ്സുകൾ ഞാൻ പറഞ്ഞില്ല ഒന്നും എടുത്തില്ല കേട്ടോ. കുട്ടികളൊന്നും എടുത്തില്ല. അവർക്കൊക്കെ നോക്കാൻ പറ്റും, അവർക്കൊന്നും ഭാഗത്തേക്ക് അവർ വന്നില്ല. അവർക്ക് ഇപ്പോഴത്തെ മോഡൽ ഡ്രസ്സുകളൊക്കെ അല്ലേ ഇഷ്ടം. ഇതോട് വലിയ കമ്പൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ നോക്കാൻ തന്നെ വന്നില്ല ഗൈസ്. ഞങ്ങളിവിടെ വരാറായപ്പോഴും ഓരോ ഭാഗത്തുനിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തന്നെ അത്ഭുതമായി. അതുപോലെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ വന്നതൊരു 4:30-5:30 സമയത്താണ് കേട്ടോ. പക്ഷേ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതായത് എല്ലാവരും പണികളൊക്കെ കഴിഞ്ഞില്ല, വൈകിട്ടാണ് ഓരോരുത്തർ വരുന്നത് പർച്ചേസിങ്ങിന്. അങ്ങനെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇങ്ങനെ നടന്നെല്ലാം കണ്ടു ഗൈസ്. ഓരോന്നായിട്ട് വാങ്ങാനും നേരമല്ലോ, കാണാനല്ലേ ഇതുള്ളൂ പറഞ്ഞിട്ട്.
ലാസ്റ്റ് അമ്മായിക്കും ബോറടിച്ചപ്പോൾ അമ്മയും കൂടിയിട്ട് തൊട്ടടുത്തുള്ള ജാനീച്ചിയുടെ വീട് കാണാൻ പോട്ടെ. ജാനീച്ചീനെ കണ്ടിട്ട് കുറേ നാളായി. നമ്മുടെ പാൽ സൊസൈറ്റിയിൽ പാൽ വാങ്ങാൻ പാൽ അളന്നു കൊടുക്കാൻ വന്ന ജാനീച്ചി കേട്ടോ. അപ്പോൾ ജാനീച്ചീനെ കുറേ കാലമായി കണ്ടിട്ട് കൊണ്ട് ജാനീച്ചിയുടെ വീട്ടിലേക്ക് പോയി. അപ്പം ഞാനും ഇവിടെ നിന്ന് എൻ്റെ വീഡിയോ എടുക്കാൻ തിരക്കില്ല. എടുത്തിട്ടും കഴിയണില്ല. ഞാൻ ഓരോ അറ്റത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നമ്മുടെ ഈ മേപ്പാടത്തെ പുതിയ വന്ന ഷോപ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. വലിയൊരു ടെൻറ്റാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ, നിറച്ച് ഷീറ്റ് ഇട്ടിട്ട്. വേണ്ടില്ലേ പാൻറ്റുകളൊക്കെയും ഇതൊക്കെ നല്ല റേറ്റ് കുറവുണ്ട്. അപ്പോൾ എല്ലാതും ഞാൻ ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും എത്തി. അവരെല്ലാവരും ബോറടിച്ചിട്ട് അവരൊക്കെയും പോയി എന്നെ കാത്ത് നിൽക്കാണ്ട്. അതായത് ഇവിടെ അടുത്തൊക്കെ ഉണ്ട്, അവർ വിളിച്ചാൽ വരും കേട്ടോ. മറ്റൊരു ചായ കുടിക്കാൻ വേണ്ടി ഫാണ്ടിക്കും പോയി, ഇവർ ഇവിടെ ജാനിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഞാനിങ്ങനെ നടന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ. ചിലവരിങ്ങനെ നോക്കിണ്ടെങ്കിൽ നടത്തന്നെ ഉള്ളൂ, ഒന്നും എടുക്കണില്ലേ എന്നുള്ളതിൽ ഞാൻ ഒന്നും എടുത്തില്ല. അങ്ങനെ എല്ലാം കണ്ടു. ഉപ്പി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂട്ടിന്. അപ്പോൾ ഉപ്പി ഞാനും കൂടിയിട്ട് ഇവിടെ നടന്നിട്ട് എല്ലാം കണ്ടു കേട്ടോ. ഉപ്പാക്കും ലാസ്റ്റ് ബോറടിച്ച് തുടങ്ങി. അവിടെ ഇഷ്ടം പോലെ കൊട്ടയിലും ഉണ്ട് കേട്ടോ. കൊട്ടയിലാണ് ഡ്രസ്സുകളൊക്കെ എടുത്തവരിടുന്നത്. അങ്ങനെ എല്ലാവരുടെയും നടന്ന് കണ്ടു ഗൈസ്. അങ്ങനെ പുറത്തേക്കുള്ള വഴിയായി. അങ്ങനെ ഇവിടുന്ന് ഞങ്ങളൊന്നും വാങ്ങിയില്ല, അപ്പുറത്തുനിന്ന് വാങ്ങി. കണ്ടില്ലേ ഇങ്ങനെ 2 ഭാഗമായിട്ട് അവർ തിരിച്ചിരിക്കണത്. അപ്പോൾ അപ്പുറത്തിൽ ആദ്യം പോയി, ഇപ്പുറത്ത് രണ്ടാമത് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫാക്ടറിയിൽ നേരിട്ട് ഇറക്കാമെന്ന് അവർ പറയണത്. തുണികൾക്കൊക്കെ റേറ്റ് കുറവൊക്കെയുണ്ട്, ആവശ്യമുള്ളവർക്ക് ആ റേറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ട് ഇതാണ് പുറം ഭാഗം കേട്ടോ. അങ്ങോട്ട് ഉള്ളിലേക്ക് കിടക്കുന്ന അവിടെയുള്ള 2 ഇതാണത്. പിന്നെ നമ്മുടെ മേപ്പാടം സെൻറ്റർ ഗൈസ്, നമ്മുടെ സ്വന്തം മേപ്പാട്. ഇപ്പോൾ അതാ പോകണം. ഇങ്ങനെ സാധനങ്ങൾ പറയില്ലാട്ടോ ഞാൻ വീട്ടിൽ എടുക്കുന്നത് കാരണം. അങ്ങനെ മേപ്പാടം സെൻറ്ററിന് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ആ